മമ്മൂക്ക ഇപ്പോൾ പഴയ മമ്മൂക്കയല്ലെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. മമ്മൂക്ക മാത്രമല്ല, വിനായകനും പഴയ വിനായകനല്ല. സംശയമുള്ള ഒരു കളങ്കാവൽ പ്രീ റിലീസുമായി ബന്ധപ്പെട്ട് നടന്ന ഇവന്റും അഭിമുഖങ്ങളും ഒക്കെ ഒന്ന് കണ്ടു നോക്കിയേ. എന്തൊരു വിനായകനാണിത്. അങ്ങനെ ഒരു വിനായകനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന വിനായകൻ, മമ്മൂക്ക ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു നിമിഷം. അറിയില്ല, അറിയാലോ. സ്നേഹവും വാത്സല്യവും ഒക്കെ ഇഴ ചേർത്തുകൊണ്ട് മമ്മൂക്ക പറഞ്ഞ ഹൃദയസ്പർശിയായ ചില വാക്കുകൾ, അത് കേൾക്കെ കണ്ണു നിറഞ്ഞ് ഉള്ളു തുടിച്ച് നിർമ്മമനായി നിൽക്കുന്ന വിനായകൻ. അത്രയേറെ ഭാഗ്യവാനാണ് താനെന്ന് കണ്ണു നിറഞ്ഞു പറഞ്ഞ് മമ്മൂക്കയെ കാലിൽ തൊട്ട് വന്ദിക്കാൻ വേണ്ടി ശ്രമിച്ച് വേദിയിൽ നിന്നും പോകുന്ന വിനായകൻ. നമ്മൾ ഇതുവരെ കണ്ടതും മനസ്സിലാക്കിയതുമായ വിനായകനേ ആയിരുന്നില്ല അവിടെ നാം കണ്ടത്. ചില നേരങ്ങളിൽ ചില മനുഷ്യർ അടിമുടി മാറിപ്പോകും. വിനായകന്റെ ജീവിതത്തിലെ അത്തരമൊരു നേരമാണ് അതെന്നാണ് സത്യത്തിൽ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. ഇനി ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. അത്ര ഭാഗ്യമുള്ളവനായ വിനായകൻ. ഇനി രണ്ടേ ദിവസമേ ഉള്ളൂ കളങ്കാവൽ പുറത്തിറങ്ങാൻ. ആരാണ് ഈ സിനിമയിലെ നായകൻ, ആരാണ് ഈ സിനിമയിലെ വില്ലൻ? അതിന്റെ ഉത്തരം പ്രീ റിലീസ് ഇവന്റിൽ തന്നെ മമ്മൂക്ക പറഞ്ഞു കഴിഞ്ഞു. നായകൻ വിനായകൻ, ഞാൻ പ്രതിനായകൻ. വി നായകൻ എന്നായിരുന്നു. വി കഴിഞ്ഞ് കുറച്ച് സ്പേസ് ഇട്ട് നായകൻ എന്നായിരുന്നു അന്നേരം മമ്മൂക്കയ്ക്ക് പിറകിലെ സ്ക്രീനിൽ തെളിഞ്ഞ പോസ്റ്റർ. വിനായകൻ എന്ന പേരിൽ തന്നെ ഒരു നായകൻ കിടപ്പുണ്ടെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ആ പോസ്റ്ററും മമ്മൂക്കയുടെ അവിടുത്തെ സംസാരവും. ഒപ്പം വില്ലൻ നായകൻ എന്ന രണ്ട് വാക്കുകൾ അടുപ്പിച്ച് വെക്കുമ്പോഴുള്ള അസാധാരണമായൊരു ചേർച്ചയുണ്ടായിരുന്നു ആ വാക്കിന്. അത് മാത്രമല്ല കേട്ടോ, മമ്മൂക്ക തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ മനുഷ്യനിലും ഒരു നായകനും ഒരു വില്ലനും ഉണ്ടെന്ന വിളിച്ചു പറയൽ കൂടിയായിരുന്നു അത്. എന്നിട്ടും മമ്മൂക്ക ആ വേദിയിൽ വ്യക്തമായി പറഞ്ഞു, ഞാനല്ല പക്ഷേ ഇതിലെ നായകൻ, വിനായകനാണ് നായകൻ. ഈ നായകൻ വെച്ചാൽ നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യാൻ. അപ്പോൾ വിനായകനാണ് നായകൻ, അപ്പോഴാണ് വി എടുത്ത് കാണുന്നത്. അങ്ങനെയാണ് നായകൻ നായകൻ. എങ്ങനെയാണ് വിനായകൻ നായകനായതെന്ന് മമ്മൂക്ക പറയുന്നത്, കളങ്കാവലിൽ അദ്ദേഹം കഥ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥൻ്റെതാണ്. അതെന്നേക്കാൾ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുകയാണ്. ഇക്കാര്യത്തിൽ സമീപിച്ചപ്പോൾ വിനായകന് ശരിക്കും സംശയമായിരുന്നു, എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചു വന്നത് എന്ന്. ഈ സിനിമയിലെ നായകൻ വിനായകനായത് അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ് ആ പോസ്റ്ററിൽ അച്ചടിച്ചു വന്നതും. ഞാൻ നായകനാണ് പക്ഷെ പ്രതിനായകൻ. ഈ സെന്റൻസിനൊക്കെ എന്തൊരു ഭംഗിയാണല്ലേ. അതായിരുന്നു മമ്മൂക്കയുടെ വാക്കുകൾ. അവിടെ നിർത്തിയില്ല മമ്മൂക്ക. വിനായകനെ കുറിച്ച്, കുറുമ്പുകാരനായ ഒരു കുട്ടിയെക്കുറിച്ച്, അച്ഛനോ അമ്മാവനോ വളരെ വേണ്ടപ്പെട്ട ഒരാളൊക്കെ പറയുന്ന ടോണിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോ ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നിപ്പോ. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാളും നല്ലതാണ്, ശരിക്കും കാണാഞ്ഞിട്ടാണ് അല്ലേ. വിനായകന്റെ സിനിമാ ജീവിതം എപ്പോഴും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. ആത്മാർത്ഥത, കഠിനാധ്വാനം, സത്യസന്ധത, പ്രധാനമായും ഈ 3 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരു അഭിനേതാവിന് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വേണ്ടി അഭിനയിക്കാൻ വേറെ ആരും വരില്ല, നമ്മൾ തന്നെ അഭിനയിച്ച് കാണിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ സിമ്പിൾ ആയിരിക്കണം. ഇതെല്ലാം ഞാൻ വിനായകനിൽ കണ്ടിട്ടുണ്ട്. മമ്മൂക്കയുടെ വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായ മറ്റനവധി കാര്യങ്ങളുണ്ട്, അത് നമുക്ക് മാറ്റി നിർത്താം. നടൻ എന്ന നിലയിൽ വളരെ അച്ചടക്കമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രത്തോളം കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് വരുന്നതും വളരെ മികച്ചതാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതും. ഏതൊരു അഭിനേതാവായാലും ശരി, ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ അവർ പെർഫോം ചെയ്ത് പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യണം. അതുതന്നെയാണ് വിനായകന്റെ ഏറ്റവും വലിയ വിജയവും ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നതിന്റെ രഹസ്യവും. പ്രീ റിലീസ് മീറ്റിൽ മമ്മൂക്ക വിനായകനെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. അവിടെ നടന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഇതിനോടൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് വിനായകന്റെ മാറ്റം നമുക്കൊരു തിരശ്ശീല എന്ന പോലെ ഇങ്ങനെ കാണാൻ കഴിയൂ. ചടങ്ങിൽ സംസാരിക്കാൻ വേണ്ടി വിനായകനെ അവതാരക വിളിച്ചു വരുത്തുകയാണ്. വിനായകൻ മെല്ലെ കയറി വരുന്നു. അദ്ദേഹത്തിനൊരു മൈക്ക് കൊടുക്കുന്ന മമ്മൂക്ക പറയുന്നു. അപ്പൊ വിനായകൻ സംസാരിച്ചു തുടങ്ങാണേ. സംസാരിക്കാൻ അറിയില്ല, അറിയാലോ, ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല, അത്ര ഭാഗ്യവാനാണ്. അത്രയും പറയുമ്പോൾ അവിടെ വെച്ച് വിനായകന് സംസാരം മുറിഞ്ഞു പോവുകയാണ്. ആ ശരീരഭാഷയിൽ അസാധാരണമായ എന്തോ ഒരു സംഗതി കയറി വരികയാണ്. ആ നിമിഷത്തിൽ മമ്മൂക്ക ഇടപെടുന്നു. ബാക്കി ഞാൻ പറയാം. എന്നിട്ടാണ് മമ്മൂക്ക സംസാരിച്ചു തുടങ്ങുന്നത്. സംസാരിക്കാൻ അറിയില്ലെങ്കിലും നന്നായി അഭിനയിക്കാൻ അറിയാമെന്ന്.
സംസാരിക്കാൻ അറിയില്ല, അറിയാലോ. ലൈഫിൽ നടക്കുന്ന ചില സംസാരിക്കാൻ അറിയില്ലെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അവരോട് നമുക്കൊരു വാത്സല്യവും തോന്നും. അങ്ങനെ ഒരു കുസൃതി കാണിക്കുന്നവനാണ് വിനായകൻ. കുസൃതി കാണിക്കുമെങ്കിലും ഇയാളുടെ സിനിമ കാണുമ്പോൾ ഒരു വല്ലാത്ത വാത്സല്യം തോന്നിപ്പോവും. ഇത് നമ്മൾ ഇങ്ങനെയുള്ള കാണാറുള്ള വിനായകനാണോ എന്ന് തോന്നിപ്പോവും. നമുക്ക് എന്ത് രസമായിട്ട് വിനായകനെ കുറിച്ച് സംസാരിക്കുന്നറിയോ. പക്ഷെ നമ്മളല്ലാതെ കാണുന്ന ആ വിനായകൻ ഇതിനേക്കാൾ നല്ലതാണ്, നമ്മൾ കാണാഞ്ഞിട്ടാണെന്നാണ് മമ്മൂക്ക പറയുന്നത്. അന്നേരം മമ്മൂക്ക എന്തോ കുറിച്ച് ഇമോഷണൽ ആയി പോകുന്നുണ്ട്. കമ്മട്ടിപ്പാടത്ത് നിന്ന് മഹാരാജാസ് കോളേജിൽ പെൺകുട്ടികളുടെ മുന്നിൽ ബ്രേക്ക് ഡാൻസ് കളിക്കാനെത്തി. തല്ലുകൊണ്ട വിനായകനെ മുതൽ വിനായകൻ പൊതുശല്യമാണെന്നും അയാളെ ജയിലിൽ അടയ്ക്കണമെന്നും ആവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ വരെയുള്ള അനേകം ആളുകളെ, അനേകം വാർത്തകളെ, അനേകം വിവാദങ്ങളെ ഈ നിമിഷത്തിൽ നാം ഓർമ്മിച്ചു പോവുകയാണ്. ഈ സമയത്ത് മമ്മൂക്കയുമായുള്ള കളങ്കാവൽ അനുഭവത്തെക്കുറിച്ച് വിനായകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. മമ്മൂക്കയുമായി ഞാൻ അത്രയ്ക്ക് കണക്റ്റഡ് ആണ്, പക്ഷെ സംസാരിക്കാറില്ല എന്നാണ് പ്രസ് മീറ്റില് വിനായകൻ പറയുന്നത്. ഇരിക്കാൻ പറ്റാനുള്ള പുള്ളിയുടെ അടുത്ത് cannot break the aura, man. അത്ര ഹെവിയാണ് നമുക്ക്. പിന്നെ പേടിച്ചു, ഇതൊക്കെ പേടിച്ചു ഞാനും. വിനായകൻ പറയാണ് ഈ വാക്കുകൾ ഇങ്ങനെയൊക്കെയാണ്, ഏകദേശം ഇങ്ങനെയാണ് ആ വാക്ക്. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അടുത്തൊന്നും ഞാൻ പോവില്ല, എനിക്ക് പറ്റില്ല, അത്രയ്ക്ക് ഓറയുണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പിടിച്ചിരുത്തും അടുത്ത്, ഞാൻ അപ്പം തന്നെ എണീറ്റ് ഓടിക്കളയും. ആ എനർജി ഫ്രീക്വൻസി, ഞാൻ മമ്മൂക്കാൻ്റെ മുന്നിൽ ഇരിക്കാൻ പറ്റില്ല, പുള്ളിയുടെ മുന്നിൽ ആർക്കും ഇരിക്കാനാവില്ല, അത്രയ്ക്ക് ഓറയുണ്ട്, അതാണ് മമ്മൂക്ക എന്ന്. നമ്മളോട് സംസാരിക്കാൻ പുള്ളി ഓക്കെയാണ്, പക്ഷെ നമുക്ക് ആർക്കും ഓക്കെ അല്ല. ഇതാണ് വിനായകൻ്റെ വാക്കുകൾ. എനിക്കും തോന്നിയിട്ടുണ്ട് മമ്മൂക്കാൻ്റെ ഒരു ഓറയെക്കുറിച്ച് കേട്ടോ പലപ്പോഴും. വിനായകൻ കളങ്കാവൽ അഭിമുഖത്തിൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. മമ്മൂക്കയുമായി വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അദ്ദേഹം വളരെ സൂപ്പർ സീനിയറാണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാം. എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിക്കാൻ. അദ്ദേഹമായിട്ട് ഒരു പടം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എനിക്കിട്ടാ ഭയങ്കര ഈസിയാണ്. സാറ് അറിയാം, പുള്ളി സീനിയർ മാൻ, സൂപ്പർ സീനിയർ, പുള്ളിക്ക് അറിയാം. എനിക്ക് ഭയങ്കര ഈസിയായിരുന്നു പുള്ളിയായിട്ട് ചെയ്യാനായിട്ട്. സാറിനോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. സാറ് വരുന്നതിന് മുമ്പ് തന്നെ ആ കഥാപാത്രത്തിന് ഞാനൊരു വേറെ ബോഡി ലാംഗ്വേജ് ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സാറ് വന്നതിന് ശേഷം ഡയലോഗ് കുറേയൊക്കെ മാറി. സാറ് ചെയ്ത് നല്ല അനുഭവമുള്ള ഒരു ആളാണല്ലോ, അതെനിക്ക് വളരെയധികം ഗുണം ചെയ്തു. അത്രയൊന്നും പറയണ്ട, അല്ലെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. അഭിനയിക്കുന്ന സമയങ്ങളിൽ ഡയലോഗ് പറയാനാണ് സാർ എന്നെ കൂടുതൽ സഹായിച്ചത്. സാർ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആണല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കര ഗുണം ചെയ്തു സാറിൻ്റെ. അത്ര ഒന്നും പറയണ്ട, അല്ലെങ്കിൽ ഇത്രയും പറയണം എന്നൊക്കെ പറയുന്ന ചില അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പോയി. എന്നെ ഡയലോഗ് പറയണതിലാണ് സാർ എന്നെ കൂടുതൽ സഹായിച്ചത്. വിനായകൻ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മമ്മൂക്കയെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ഒരു വിനായകനെ നമ്മൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. സിനിമയിലെ വിനായകനെ പോലെയല്ല നമ്മൾ അറിയുന്ന പേഴ്സണൽ ലൈഫിലെ വിനായകൻ. രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണെന്നാണ് ആളുകൾ പറയുന്നത്. നാം കേൾക്കുന്ന വാർത്തകളിൽ അയാൾ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ഫേസ്ബുക്കിലെ പോസ്റ്റിലൂടെ ഒരു മയവുമില്ലാതെ സംസാരിച്ച് ദിവസവും എയറിൽ പോയി ചൊവ്വേലൊക്കെ പോയി വരുന്ന ആളാണ്. ലഹരി ബാധിച്ചതുപോലെ പോലീസ് സ്റ്റേഷനിലും മറ്റു പൊതു ഇടങ്ങളിലും വിചിത്രമായിട്ട് പെരുമാറുന്ന ആളാണ്. അടുത്ത ഫ്ലാറ്റിലെ ആളോട് ചിലപ്പോഴൊക്കെ മോശമായി പെരുമാറുന്ന ആളാണ്. നന്നായി സംസാരിക്കേണ്ട ഫോൺ സംഭാഷണങ്ങളിൽ എന്തിനോ വേണ്ടി മോശമായി പെരുമാറിപ്പോകുന്ന ആളാണ്. സ്ത്രീകളോട് മോശമായി സംസാരിച്ചു എന്ന കുറ്റത്തിന് മീറ്റു ആരോപണം കേട്ട ആളാണ്. പൊതുശല്യമായ വിനായകനെ നാട് കടത്തണമെന്ന് ഇവിടെ നിന്ന് പലപ്പോഴും പലരും നിരന്തരം മുറവിളി കൂട്ടുന്നത് നമ്മൾ ഈ കേൾക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഈ ചെങ്ങായിക്ക് ശരിക്കും എന്താണ് പ്രശ്നമെന്ന് ആലോചിച്ച് പോകുന്നൊരു സാഹചര്യം തന്നെയാണ്. ശരിക്കും എനിക്ക് ക്രൗഡ് കാണുക അത്ര ഇഷ്ടമല്ല. ഇങ്ങോട്ട് കാണുമ്പോൾ എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല, അതാണ് ശരിക്കും എൻ്റെ പ്രശ്നമാണ്. പക്ഷെ അത് ഞാനായിട്ട് പിന്നീട് അത് പുറത്തിറങ്ങുമ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ടാകുന്നത്, അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. അതേ സാഹചര്യം, ആ സാഹചര്യം കൊണ്ട് തന്നെയാണ് നാം അറിയേണ്ടത്. എന്താണ് ആ സാഹചര്യം? സത്യത്തിൽ ആരാണ് വിനായകൻ എന്ന ചോദ്യം നാം ചോദിക്കേണ്ടത് ഈ സമയത്താണ്. ആ സമയത്ത് നമുക്ക് അത്ര പരിചയമില്ലാത്ത മറ്റൊരു വിനായകനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. എറണാകുളം KSRTC സ്റ്റാൻഡിന് പുറകിലുള്ള റെയിൽവേ ട്രാക്ക് കടന്നു പോയാൽ ഉദയ കോളനിയാണ്. വിനായകൻ ജനിച്ചു വളർന്ന ഇടമാണത്. രാജീവ് രവിയുടെ കമ്മട്ടിപ്പാടം എന്ന സിനിമ പറഞ്ഞത് ഉദയ കോളനി അടക്കമുള്ള കോളനികളിൽ ഒതുങ്ങേണ്ടി വന്ന കീഴാള ജീവിതങ്ങളുടെ കഥയായിരുന്നു അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. നഗരത്തിന്റെ യഥാർത്ഥ ഉടമകൾ എങ്ങനെയാണ് സ്വന്തം ഇടങ്ങളിൽ നിന്നും പുറത്തായതെന്ന് ഉദയ കോളനിക്കാരോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവരുടെ ജീവിതമാണ്. ആരാണ്
ഗംഗയുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ, ശവശരീരം കൊണ്ടുപോകുമ്പോൾ അവരുടെ വഴി അത്രയും ചെറുതാക്കിയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നഗരം വളർന്നപ്പോൾ കോളനിക്കുള്ളിലെ അരണ്ട ജീവിതങ്ങളിലേക്ക് നിലംപതിച്ചതിന്റെ ആഘാതം ജീവിതം കൊണ്ട് അനുഭവിച്ചവരാണ് അവർ. അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ജിമ്മി ജെയിംസിന് നൽകിയ അസാധാരണമായ ഒരു അഭിമുഖത്തിൽ വിനായകൻ പറയുന്നത് എന്താണെന്നറിയോ? പാലം വന്നപ്പോൾ ഞങ്ങൾ നാട്ടുകാർ പാലത്തിനടിയിലെ ആൾക്കാരായി, വീടിരിക്കുന്നിടം ഇരുട്ടിലായി, അധോലോകമായി. കവിത പോലെ ഉണ്ടല്ലേ? എല്ലാം മെയിൻ ആദ്യം നമ്മൾ പറയുന്ന കമ്മട്ടിപ്പാടം പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു പാലം ആദ്യം വരുന്നു, എന്നിട്ട് അങ്ങോട്ട് ആൾക്കാർ ഇങ്ങോട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ ഈ സ്ഥലം ഡാർക്കായി മാറണേ. എന്നിട്ട് ഇപ്പം കൊച്ചിയിൽ മുമ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് പാലത്തിന്റെ അടിയിൽ. ആ അഭിമുഖത്തെക്കുറിച്ച് പിന്നീട് ജിമ്മി ജെയിംസ് എഴുതിയത് എന്തായിരുന്നു എന്നറിയോ? അഭിമുഖം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദ്യ പുസ്തകം മടക്കി വെച്ചു. ഫുട്ബോൾ കളിയിലെ ഗാലറിയിലായി പിന്നെ എന്റെ സ്ഥാനം. ഗോളുകൾക്കുള്ള പ്രോത്സാഹനം മാത്രമായിരുന്നു പിന്നെയുള്ള എന്റെ ചോദ്യങ്ങൾ. വിനായകനാകട്ടെ ഓരോ ചോദ്യത്തിനും ഗോൾ വല നിറച്ചുകൊണ്ടിരുന്നു. വിനായകന്റെ അഭിമുഖങ്ങൾക്ക് അങ്ങനെ നിന്നു കൊടുക്കാറില്ല. നമുക്കറിയാം, വളരെ അപൂർവമായിട്ടാണ് വിനായകന്റെ അഭിമുഖങ്ങൾ വരുന്നത്. വല്ലപ്പോഴും വല്ല അഭിമുഖത്തിലും തല വെച്ചാൽ ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ കിളി പറത്തുന്ന പെരുമാറ്റവും ഉത്തരവായിരിക്കും. സർവ്വ ആയുധങ്ങളുമായി ചോദ്യം ചോദിക്കാൻ വന്നവർ ജിമ്മി ജെയിംസ് പറഞ്ഞതുപോലെ ഗാലറിയിൽ നിന്ന് വിനായകന്റെ കളി കാണുന്നവരായിട്ട് മാറും. പക്ഷെ നോക്കൂ, ക്രോസിംഗ് ദ യെല്ലോ ടേപ്പ് എന്ന പേരിൽ കളങ്കാവലിന്റെ പശ്ചാത്തലത്തിൽ മമ്മൂട്ടി കമ്പനി ചെയ്ത അഭിമുഖത്തിലുണ്ട്, ജുവൽ മേരി ചെയ്ത അഭിമുഖത്തിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന അഭിമുഖങ്ങളിൽ നമ്മൾ കാണാറുള്ള വിനായകനേ അല്ലത്, വേറെ ഏതോ ഒരു വിനായകൻ, പക്വതയോടെ ഇമോഷണലായി മറുപടി പറയുന്ന നമുക്കറിയാത്തൊരു വിനായകൻ. പറഞ്ഞു വന്നത് വേറൊരു കാര്യമാണ് കേട്ടോ. അതിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഈ അടുത്ത കാലത്ത് വിനായകൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു ജയിലർ. സാക്ഷാൽ രജനീകാന്തിന്റെ സിനിമയാണ്. അതിൽ രജനീകാന്ത് തന്നെയാണ് നായകൻ, വില്ലനാണ് വിനായകൻ. അതുമാത്രമല്ല, മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിലൊക്കെ 3 പതിറ്റാണ്ടായി നിറഞ്ഞഭിനയിക്കുന്ന വലിയ നടൻ തന്നെയാണ് വിനായകൻ. വിനായകൻ വളർന്നിട്ടും പക്ഷെ നമ്മുടെ മുഖ്യധാര അയാൾക്ക് മറ്റു സിനിമാ താരങ്ങൾക്ക് നൽകാറുള്ള പരിഗണന അങ്ങനെയൊന്നും നൽകിയിട്ടില്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതിന് പിന്നിലും ആ കോളനി ജീവിതമുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നത് ഇവിടെയാണ്. ഇയാൾ നിൽക്കുന്ന ഇടം മുഖ്യധാര നോട്ടങ്ങൾക്കത്ര വഴങ്ങുന്നതല്ലെന്ന് നമ്മൾ അതുകൊണ്ടാണോ തോന്നുന്നത്? അതുകൊണ്ടാണ്. അയാളുടെ നിറം, മുഖം, ശരീരഭാഷ നമ്മുടെ ഇസ്തിരിയിട്ട ജീവിത സങ്കല്പങ്ങൾക്ക് അനുയോജ്യവുമല്ല. എങ്കിലും അതൊന്നും വകവെക്കാതെ സംഗീതവും നൃത്തവും അഭിനയവുമായി സ്വന്തം വഴിയിൽ മുന്നോട്ട് പോവുക തന്നെയായിരുന്നു വിനായകൻ. ആ യാത്രയാണ് ഇപ്പോൾ ഒടുവിൽ കളങ്കാവലിലെത്തി നിൽക്കുമ്പോൾ നായകനാക്കിയത് വിനായകനെ. സംഗീതവും നൃത്തവുമായിരുന്നു വിനായകന്റെ എല്ലാ കാലത്തെയും ജീവൻ. അത് കഴിഞ്ഞേ തനിക്ക് സിനിമയുള്ളൂ എന്ന് അയാൾ എപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്. ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് 100% എനിക്ക് സംഗീതത്തോടാണ് ഇഷ്ടം, സംഗീതവും നൃത്തവുമാണ് എൻ്റെ ജീവൻ. വിനായകൻ അങ്ങനെയാ പറയുന്നത്. വിനായകന്റെ സംഗീതാഭിമുഖ്യമാണ് കമ്മട്ടിപ്പാടത്തിലെ പുഴുപ്പുലികൾ എന്ന ഗാനത്തിൽ നമ്മൾ കാണുന്നത്. പ്രമുഖ കവിയായ അൻവർ അലി എഴുതിയ വരികൾക്ക് ഈണമിട്ടത് വിനായകൻ തന്നെയാണ്. ഉടുക്കും പുള്ളുവർക്കുടവും അകമ്പടി പകരുന്ന ആ ഗാനം മലയാള സിനിമയ്ക്ക് അത്ര പരിചിതമായ ഒന്നൊന്നുമായിരുന്നില്ല. മുഖ്യ ഗായകർക്കൊപ്പം വിനായകനും ഈ പാട്ട് ഗാനരംഗത്തില് കോറസ് പാടുന്നുണ്ട്. പുഴുപുലികൾ, പക്കി പരുന്തുകൾ, കടലാനകൾ, കാട്ടുരുവങ്ങൾ, പലകാല പരദൈവങ്ങൾ, പുലയാടികൾ നമ്മളുമൊപ്പം. ഡാൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ആ അടിയെക്കുറിച്ച് പറയേണ്ടി വരും. മഹാരാജാസിൽ നിന്ന് വിനായകന് തല്ല് കിട്ടിയ ഒരു കഥയുണ്ട്. മഹാരാജാസിൽ പഠിച്ച് സിനിമയിലെത്തിയ പ്രമുഖ സംവിധായകൻ വിനായകനെ കുറിച്ച് അഴിമുഖം പോർട്ടലിൽ എഴുതിയ കുറിപ്പിലാണ് ആ കഥയുള്ളത്. അന്ന് ഞങ്ങൾ മഹാരാജാസിലെ ഡിഗ്രി വിദ്യാർത്ഥിനികൾ രാഷ്ട്രീയവും സിനിമയും ഒക്കെയായി ക്യാമ്പസിൽ സജീവം. ഒരു ദിവസം പെൺകുട്ടികൾ അടക്കമുള്ള ഒരു കൂട്ടത്തിന് നടുവിൽ കറുത്തുമെലിഞ്ഞ ഒരുത്തിൽ നിന്ന് ബ്രേക്ക് ഡാൻസ് സെറ്റപ്പ് ചെയ്തിട്ടൊക്കെ കാണിക്കുന്നു. എല്ലാവരും അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. സ്വാഭാവികമായൊരു അസൂയ ഞങ്ങളിലുണ്ടായി. പ്രീ ഡിഗ്രിക്കാരനായ ഏതെങ്കിലും ഒരു പയ്യനായിരിക്കുമെന്നാണ് കരുതിയത്. പിന്നീടും അവന്റെ പ്രകടനങ്ങൾ കാണേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസമാണ് ആ സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നത്. ആ പയ്യൻ കോളേജിൽ പഠിക്കുന്നതല്ല, പുറത്തുനിന്ന് വന്നതാണ്. കോളേജിലെ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നവൻ. അത്ര മാത്രം കേട്ടാൽ മതിയായിരുന്നു. പെൺകുട്ടികൾക്ക് നടുവിൽ കിടന്ന് ഡാൻസ് കളിച്ച് കയ്യടി വാങ്ങി അവൻ ഞങ്ങളുടെ രക്തയോട്ടം കുറെ കൂട്ടിയതാണ്. ഇനി അവനെ അതിന് അനുവദിക്കരുതെന്ന ഉറച്ച തീരുമാനത്തിൽ അന്ന് മഹാരാജാസിന്റെ മതിൽക്കെട്ടിനകത്തിട്ട് ഓടിച്ചിട്ട് തള്ളി. അന്നവൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നറിയില്ല. വിജഗീഷുകളെപ്പോലെ നടന്നു നീങ്ങിയ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് അപ്പോഴൊരു വാർത്ത വന്നത്. ആ പയ്യൻ ഉദയ കോളനിയിലേതാണ്. ഉദയ കോളനിയിലേത് എന്നൊരു സൂചന ഈ സൂചനയിലെല്ലാം ഉണ്ട് അല്ലേ? അതിലെല്ലാം പറയാതെ പറയുകയാണ്. ഞങ്ങളെ പിന്നീട് കുറച്ചു ദിവസം ഞങ്ങൾ കോളേജിൽ കയറാതെ നടന്നു. പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല.
ഇതായിരുന്നു ഈ അഴിമുഖത്തിലെ ആ അഭിമുഖക്കുറിപ്പിലുണ്ടായിരുന്നത്. ഈ ഡാൻസും മ്യൂസിക്കും തന്നെയാണ് തനിക്ക് സിനിമയേക്കാൾ വലുതെന്ന് കരുതി നടന്ന ഒരാൾ കൂടിയായിരുന്നു വിനായകൻ. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത മാന്ത്രികത്തിലൂടെയാണ് വിനായകൻ സിനിമയിൽ വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ സിനിമ തന്നെ നിർത്താമെന്ന് കരുതിയതാണ് എന്നാണ് വേറൊരു അഭിമുഖത്തിൽ വിനായകൻ പറയുന്നത്. സിനിമയേക്കാൾ സംഗീതവും നൃത്തവുമായിരുന്നു തന്റെ മേഖലയെന്ന തിരിച്ചറിവിലാണ് വിനായകൻ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ പോകുന്നത്. ആ അഭിമുഖത്തിൽ സിനിമയിൽ എങ്ങനെയാണ് നിന്നു പോകുന്നത് എന്ന ചോദ്യത്തിന് വിനായകൻ ഉത്തരം പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ എന്താണ് ആകേണ്ടത് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മുന്നിൽ ഒരാളുണ്ടാകും, അയാൾ പല തിരക്കുകൾ കാരണം പല പ്രോജക്റ്റുകളിൽ നിന്നും മാറി നിൽക്കും. ഒരു പ്രമുഖ നടന് പകരമായിട്ടാണ് എന്നെ പരിഗണിച്ചത്. പിന്നെ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. നമ്മൾ ശ്രമം ഉപേക്ഷിക്കരുത്, ഉപേക്ഷിച്ചാൽ പുറത്തായി പോകും ഈ ഫീൽഡിൽ നിന്നാണ് വിനായകൻ പറയുന്നത്. അന്ന് വിനായകന് വേണ്ടി ഒഴിഞ്ഞു പോയ ആ നടനാണ് കലാഭവൻ മണി, സാക്ഷാൽ കലാഭവൻ മണി. വിനായകനെ പോലെ തന്നെ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് മാറി നിന്ന സാധാരണക്കാരനായ നടൻ മണിയുടെ നിറമായിരുന്നു അയാളുടെ സിനിമകളെ നിർണയിച്ചിരുന്നത്. വിനായകന്റെ വേഷങ്ങളെ ഒരു പക്ഷേ നിർണയിക്കുന്നതും ഇതുവരെ അയാളുടെ രൂപവും നിറവും ഒക്കെ ആയിരുന്നിരിക്കാം. പക്ഷെ കളങ്കാവലിൽ അങ്ങനെയല്ല കേട്ടോ. കളങ്കാവൽ എന്ന സിനിമയിലും പകരക്കാരനായിട്ട് തന്നെയാണ് പക്ഷെ വിനായകൻ എത്തുന്നത്. മമ്മൂട്ടിയെ പോലൊരു നടൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അതിലെ നായക വേഷം വിനായകന് തേടിയെത്തിയത്. സംവിധായകൻ ജിതിൻ കെ ജോസ് ഇതിനെക്കുറിച്ചൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കളങ്കാവലിനായി ആദ്യം സമീപിച്ചത് പൃഥ്വിരാജിനെ ആയിരുന്നത്രേ. പൃഥ്വിരാജിന് താല്പര്യവുമായിരുന്നു. പക്ഷെ പൃഥ്വിരാജാണ് മമ്മൂക്കയിലേക്ക് കൂടി പോകാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡോ ജോസഫ് വഴി മമ്മൂക്കയിലേക്ക് എത്തി. മമ്മൂക്കയ്ക്ക് പ്രോജക്റ്റിൽ ഒരു താല്പര്യം വന്നപ്പോൾ ഇതൊരു മമ്മൂട്ടി പ്രോജക്റ്റ് എന്ന രീതിയിലേക്ക് മാറി. 2 പ്രധാന കഥാപാത്രങ്ങളാണ് ചിത്രത്തിലുള്ളത്. അതിലൊന്ന് പൃഥ്വിക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഡേറ്റിന്റെ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ മറ്റു പല ഓപ്ഷനുകളെ കുറിച്ച് ആലോചിക്കുന്നതിനിടെയാണ് മമ്മൂക്ക തന്നെയാണ് വിനായകന്റെ കാര്യം പറയുന്നത്. വിനായകൻ മുമ്പ് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമായിരുന്നു ഇത്. Why വിനായകൻ? വിനായകൻ is a change. പോലീസ് ഓഫീസർ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഞാൻ ഓഫ് കോഴ്സ് വിനായകന് ചേഞ്ച് ആയിരിക്കും, നമുക്കും ചേഞ്ച് ആയിരിക്കും. വിനായകനിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ നാട്യങ്ങളില്ലാത്ത പച്ച മനുഷ്യനാണ് വിനായകൻ. താൻ എന്താണെന്ന് ഒട്ടും മറച്ചു വെക്കാത്ത ഒരാൾ. വളർന്ന സാഹചര്യങ്ങളും നേരിടേണ്ടി വന്ന തിക്ത അനുഭവങ്ങളും ഒക്കെ ചേർന്നാണ് ഇന്നത്തെ വിനായകനെ സൃഷ്ടിച്ചത്. പോളിഷിട്ട ഉപചാരങ്ങൾക്കോ സിനിമയുടെ വർണ്ണ ശബളിമയ്ക്കോ നിന്നു കൊടുക്കാൻ അയാളെ കിട്ടാത്തത് അതിനാലാണ്. പുതുപരിപാടികൾക്ക് പോകാറേയില്ല താനെന്ന് ഒരു മടിയുമില്ലാതെ തുറന്നു പറയുന്ന ഒരാൾ കൂടിയാണ് ഈ നടൻ. അതിനാൽ തന്നെ വിനായകനെ കുറിച്ച് സാധാരണ കേൾക്കുന്ന ഒന്നാണ് ഇയാൾ വലിയ അഹങ്കാരിയാണല്ലോ എന്നുള്ളൊരു പറച്ചിൽ. അതിന് ഈ നടന് പറയാനുള്ളൊരു മറുപടിയുണ്ട്. വിനായകൻ പറയണത് എന്താണെന്നറിയോ? എനിക്ക് എല്ലാവരോടും ഭയങ്കര അസൂയയാണ്, പിന്നെ അഹങ്കാരം അതും ഇച്ചിരി കൂടുതലാണ്. സിനിമ തനിക്ക് അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് തുറന്നു പറയുന്ന ഒരു വലിയ നടൻ കൂടിയാണ് വിനായകൻ. അതൊരു ജോലി മാത്രമാണെന്നും എന്നാൽ താൻ 100% ആത്മാർത്ഥമായി ജോലി ചെയ്യുമെന്നും ഒരഭിമുഖത്തിൽ വിനായകൻ പറയുന്നുണ്ട്. അത് അയാളുടെ തൊഴിലാണ്. ഡാൻസും പാട്ടുമൊക്കെയാണ് തൻ്റെ ലോകമെന്ന് വിശ്വസിച്ച താനിപ്പോൾ സിനിമയിൽ ലോക്കായി പോയിട്ടുണ്ടെന്നും ഇത്രയേറെ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷവും വിനായകൻ പറയുകയാണ്. കിട്ടുന്ന സമയം വീട്ടിനകത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താനെന്നാണ് വിനായകൻ തുറന്നു പറയുന്നത്. 25 ദിവസമൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കാൻ ഒരു പ്രശ്നവുമില്ലാത്ത ഒരാൾ. പുറത്തിറങ്ങിയാൽ എന്ത് കാണാനാണെന്നാണ് വിനായകൻ ചോദിക്കുന്നത്, എന്ത് സംസാരിക്കാനാണ്. ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരാളാണെന്നാണ് വിനായകൻ പറയുന്നത്. പൊതുവേദിയിൽ സംസാരിക്കാൻ അറിയില്ല. താഴെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പബ്ലിക് വന്ന് കാണിക്കണ്ടെന്ന് വെച്ചിട്ടാ. താല്പര്യമുണ്ട്, പറ്റുന്നില്ല. പിന്നെ 10 പേരിൽ 2 എണ്ണം തോണ്ടും. പിന്നെ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ എന്തെങ്കിലും പറയും, പിന്നെ പ്രശ്നവും. ബെറ്റർ വീട്ടിൻ്റെ അകത്തിരിക്കുക. പുറമെ കാണുന്നതിനപ്പുറം വ്യക്തമായ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ഒരാളാണ് വിനായകൻ എന്ന് സുഹൃത്തുക്കൾ പറയുന്നു. കീഴാള രാഷ്ട്രീയത്തെക്കുറിച്ചും ഓരങ്ങളിലേക്ക് വകഞ്ഞു മാറ്റപ്പെടുന്ന മനുഷ്യരെക്കുറിച്ചുമെല്ലാം കൃത്യമായ ധാരണകൾ അയാൾക്കുണ്ട്. വെറും ഒരു സിനിമാ നടനായി മാത്രം തന്നെ കാണുന്നവരെ അതേ രീതിയിൽ ഗൂഢമായി കളിയാക്കുന്ന ഒരു പ്രകൃതവും വിനായകനുണ്ട്. അതെല്ലാം കൂടിയാണ് ഇന്ന് നാം അറിയുന്ന ഈ വിനായകൻ എന്ന മനുഷ്യനെ സൃഷ്ടിച്ചത്. അഹങ്കാരി എന്ന് വിനായകൻ സ്വയം പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഓർമ്മ വന്നോ? കഴിഞ്ഞ ദിവസം മനോരമയുടെ ഹോർത്തൂസ് പരിപാടിക്കിടെ മമ്മൂക്കയും ഇത് തന്നെ പറഞ്ഞിരുന്നു. തലക്കനമുള്ള ആൾ, അഹങ്കാരി എന്നൊക്കെ ലേബൽ ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് മമ്മൂക്കയും തുറന്നു സംസാരിച്ചു. അന്ന് തന്നെ മമ്മൂക്ക മഹാരാജാസിനെ കുറിച്ചും പറയുന്നുണ്ട്. ക്ലാസ്സിൽ താനൊരു നല്ല കുട്ടി ആയിരുന്നില്ലെന്നാണ് മമ്മൂക്ക പറയുന്നത്. സിനിമാ മോഹം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന കാര്യവും ചെല്ലുന്ന എല്ലായിടങ്ങളും അഭിനയിച്ചു കൊണ്ടിരുന്ന കാര്യവും ഒക്കെ മമ്മൂക്ക രസകരമായി വിശദീകരിക്കുന്നു. വിനായകനും ഇതേ മഹാരാജാസിന്റെ പരിസരങ്ങളിലാണ് ജീവിച്ചു തുടങ്ങിയത്.
ചെല്ലുന്ന എല്ലായിടങ്ങളിലും മമ്മൂക്ക അഭിനയവും ഗോഷ്ഠിയുമായി നടക്കുമ്പോൾ അതിനും കുറേ കാലം കഴിഞ്ഞ് വിനായകനും ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ഡാൻസ് ചെയ്ത് നടക്കുകയായിരുന്നു. നൃത്തവും അഭിനയവുമായി ഒരു കാലത്ത് നല്ല കുട്ടികളായി നടന്ന ആ രണ്ട് മനുഷ്യർ ഇപ്പോൾ അടുത്തടുത്ത് നിൽക്കുകയാണ്, നായകനായും വിനായകനായും. കളങ്കാവൽ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങൾ, ഒരാൾ നായകൻ, മറ്റേയാൾ പ്രതിനായകൻ. ഇരുവരുടെയും ജീവിതത്തിലെ അസാധാരണമായ അനുഭവം തന്നെയാകും കളങ്കാവൽ എന്ന സിനിമ. നമുക്ക് കാത്തിരിക്കാം. ആകെ മാറി മറിഞ്ഞ മമ്മൂക്കയെ പോലെ ആകെ മാറി മറിഞ്ഞ ഒരു വിനായകനെ കൂടി കാണാൻ.